ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ സീമ. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ന്യൂസിലാൻഡിലെ വീടുകളാണ്. ഇവിടെ ഇപ്പോൾ സമയം സമ്മർ സീസൺ ആണ്. സമയം 8 മണി കഴിഞ്ഞു. ഇപ്പോഴും സൂര്യൻ അസ്തമിച്ചിട്ടില്ല. സമ്മർ സീസണിൽ ഇവിടെ 8:30-9 മണിയോട് കൂടിയിട്ടാണ് ഇരുട്ടാവുള്ളൂ. അതുവരെ നല്ല പ്രകാശം ഉണ്ടായിരിക്കും. ഇനി ന്യൂസിലൻഡിലെ വീടുകളുടെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരത്തുമ്മ പണിത വീടുകളാണ്. നമുക്ക് എവിടേക്ക് വേണമെങ്കിലും എടുത്ത് മാറ്റി കൊണ്ടുപോകാവുന്ന വീടുകൾ. ക്രെയിൻ ഉപയോഗിച്ച് എവിടേക്ക് വേണമെങ്കിലും നമുക്കിത് മാറ്റി കൊണ്ടുപോകാം. എല്ലാം കംപ്ലീറ്റ് മരത്തിൻ്റെ പലക ഉപയോഗിച്ച് പണിത വീടുകളാണ്. ഇതിന് ഫൗണ്ടേഷൻ അങ്ങനെ ഒന്നുമില്ല. എല്ലാം മരത്തിൻ്റെ തൂണും മരത്തിൻ്റെ പലകയും ഉപയോഗിച്ചിട്ടാണ് ഈ വീട് കംപ്ലീറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റെപ്പുകൾ ഇത് കണ്ടല്ലോ, സ്റ്റെപ്പുകളെല്ലാം പലക കൊണ്ടാണ്. പുറമേയുള്ള ചുമരുമേ നമുക്ക് ഈ പലക ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇതിൻ്റെ ഉൾവശം ഇങ്ങനെയല്ല. കണ്ടല്ലോ, എല്ലാം സ്റ്റെപ്പും എല്ലാം മരത്തിൻ്റെ. വേറെ ഒരു കോൺക്രീറ്റോ കല്ലോ സിമെൻറ്റോ ഒന്നും ഉപയോഗിക്കില്ല. കോൺക്രീറ്റോ ഒന്നും ഇവിടെ ഉപയോഗിക്കില്ല. ഈ മരം കൊണ്ടുള്ള വീടുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. വിൻഡോ സ്റ്റീലിൻ്റെ ഫ്രെയിമിൽ ഗ്ലാസ് ഇട്ടിരിക്കുന്നത്. ഇത് ഗ്യാസാണ്. ഗ്യാസിൻ്റെ മീറ്ററാണ് ഈ കാണുന്നത്. ഈ ഗ്യാസ് പക്ഷേ കുക്കിങ്ങിന് വേണ്ടി ഇവിടെ ഗ്യാസ് ഉപയോഗിക്കാൻ പാടില്ല, അത് നിരോധനമാണ്. തീപിടുത്തം ഉണ്ടാകാൻ എളുപ്പമുള്ളത് കൊണ്ട് കുക്കിങ്ങിന് വേണ്ടി ഗ്യാസ് ഉപയോഗിക്കാൻ അനുവദിക്കില്ല. പക്ഷേ ഈ ഗ്യാസ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഹീറ്ററിൽ വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ടാണ്. ബാത്റൂമിലേക്കോ അടുക്കളയിലേക്കോ ഉള്ള ചൂടുവെള്ളത്തിന് വേണ്ടിയിട്ടാണ് ഈ ഗ്യാസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നേരിട്ട് ഹീറ്ററിലേക്ക് കണക്ഷനാണ്. പിന്നെ ഇതിൻ്റെ അടിഭാഗം കണ്ടല്ലേ, വീടിൻ്റെ അടിഭാഗം ഇതൊക്കെ മരത്തിൻ്റെ പലകകളാണ്, കനം കൂടിയ പലകകളാണ് ഈ കാണുന്നത്. ഇവിടെ ചെതല, പാമ്പോ ഇഴജന്തുക്കളോ ഒന്നുമില്ല. പാമ്പുകളില്ലാത്ത ഏക രാജ്യമാണ് ന്യൂസിലൻഡ്. ഇത് വീടിൻ്റെ ഫ്രണ്ട് സൈഡാണ്. ഒരു സിറ്റ് ഔട്ട് പോലെ. ഇതെല്ലാം മരത്തിൻ്റെ പലക കൊണ്ടാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ 4 മൂലയിലും മരത്തിൻ്റെ തൂണുകളാണുള്ളത്. അത് ഈ മരത്തിൻ്റെ തൂണുകളിലാണ് ഈ പലകയെല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇടയിൽ തൂണുകൾ നിങ്ങൾക്ക് കാണാം. ഇതൊരു തൂണാണ്, ആ കോർണറിലുള്ളത്. ഇത് അതിൻ്റെ ഇടയിലൊരു തൂണ്. ഇനി ഇതിൻ്റെ മോൾ ഭാഗം കണ്ടല്ലോ, വീടിൻ്റെ മോൾ ഭാഗം എല്ലാം ഷീറ്റ് മേഞ്ഞതാണ്. ടിവിയുടെ ആൻറ്റീന മുകളിൽ കാണാം. ഇത് മഴവെള്ളം ഇറങ്ങി പോകാനുള്ള പൈപ്പാണിത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ. തൂണ് കണ്ടല്ലോ, മരത്തിൻ്റെ തൂണാണ് ഈ കോർണറിൽ കാണുന്നത്. ഇതെല്ലാം മരത്തിൻ്റെ കനമുള്ള പലകകളാണ് ഇതിൻ്റെ അടിഭാഗം. ഈ മോൾ ഭാഗം ചുമരൊക്കെ കനം കുറഞ്ഞ പലകകളാണ്. ഇത് തൂണാണ്. ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല, വെറും പൊള്ളയാണ്. അതിൻ്റെ ഉള്ളിലൊരു സാധനവും ഇല്ല. 4 വശത്ത് ഇങ്ങനെ തൂണും ആ തൂണുമ്മ പലക അടിച്ചേക്കാണ്. അതിൻ്റെ മുകളിലാണ് ഈ വീട് നിൽക്കുന്നത്. കണ്ടല്ലോ, വീടിൻ്റെ ഏകദേശ രൂപം. നമ്മുടെ നാട്ടിലെ പോലെ 2 നില 3 നില ബിൽഡിങ്ങുകളൊന്നും ഇവിടെ ഇല്ല. ഇവിടെയുള്ള എല്ലാ വീടുകളും ഒരേ വലിപ്പത്തിലുള്ള ഒരേ മോഡല്. ഒരു വ്യത്യാസവും ഇല്ല വീടുകൾക്ക്. എല്ലാം മരത്തിൻ്റെ തന്നെ. നമുക്ക് എവിടേക്ക് വേണമെങ്കിലും ഇത് എടുത്ത് മാറ്റി കൊണ്ടുപോകാം. തൊട്ട് വീടുകളാണ്. അതിൻ്റെ ഇടയിൽ മരത്തിൻ്റെ പലക കൊണ്ട് വേർതിരിച്ച മതിലുകൾ. എല്ലാം ഷീറ്റ് മേഞ്ഞ വീടുകളാണ്. ഇത് തൊട്ട് വീടുകളാണ്. ഇത് പോർച്ചാണ്. ഈ പോർച്ച് റെഡിമെയ്ഡാണ്. ഇത് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും എടുത്ത് മാറ്റി കൊണ്ടുപോകാം. ഇതൊക്കെ പലകയുടെയാണ്. ഇനി ഇത് ഉൾവശം ചുമര്. നമ്മൾ പുറമേ കണ്ട ചുമരിൽ പലക ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് ഉൾവശം കണ്ടോ, നമ്മുടെ നാട്ടിൽ പുട്ടിയിട്ട ചുമര് പോലെ
അത്രയ്ക്ക് മിനുസാണ് ഈ ചുമര്. നമ്മൾ ഉള്ളിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് പലക കൊണ്ട് നിർമ്മിച്ചതാണെന്ന് നമുക്ക് മനസ്സിലാകില്ല. ഇതിന്റെ സീലിംഗ് അതുപോലെ തന്നെയാണ്. എല്ലാം പലക കൊണ്ടാണ്. സീലിംഗ് ആയാലും ചുമരായാലും എല്ലാം നല്ല മിനുസാ. ഇത് ഡോറ്, പലകയുടെ ഡോറാണ്. വിൻഡോ കണ്ടല്ലോ, സ്റ്റീലിന്റെ ഫ്രെയിം, അതില് ഗ്ലാസ്. ചുമരൊക്കെ നല്ല മിനുസാ. നമുക്ക് കൈ ഓടിച്ചു കഴിയുമ്പോൾ അറിയാം. നമുക്ക് ഒരു പിന്നെ ഒന്നും ഫീൽ ചെയ്യില്ല. നല്ല മിനുസാണ് ഫീൽ ചെയ്യുക. ശരിക്കും നമ്മുടെ നാട്ടിൽ പുട്ടിയിട്ട ചുമരിന്റെ ഒരു മിനുസ് എങ്ങനെയുണ്ട് അതുപോലെ തന്നെയാണ്. ഡോറായാലും ഒക്കെ നല്ല മിനുസാണ്. ഇത് അലാറമാണ്. കുക്ക് ചെയ്യുമ്പോൾ പുക കൂടുതൽ വന്നു കഴിഞ്ഞാൽ അപ്പം അലാറം അടിക്കും. എല്ലാ റൂമിലെയും അലാറം ഉണ്ട്. ഒരു ലേശം പുക കൂടുതൽ വന്നു കഴിഞ്ഞാൽ അപ്പം അലാറം അടിക്കും. ഇത് സീലിംഗ് ആണ്. ഇനി നമുക്ക് അടുക്കള കാണാം. അടുക്കള ഇത് പിന്നെ അടുപ്പിന്റെ മുകളിലുള്ള ഭാഗമാണത്. ഇവിടെ ഗ്യാസ് അടുപ്പ് ഉപയോഗിക്കില്ല. ഇതൊക്കെ ഇലക്ട്രിക് അടുപ്പാണ്. ഓവണും എല്ലാം ഉള്ള ഇലക്ട്രിക് അടുപ്പാണ്. ഇത് മാത്രമേ ഇവിടെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഗ്യാസ് നിരോധിച്ചിരിക്കുകയാണ്. ഗ്യാസ് അടുപ്പ് യാതൊരു കാരണവശാലും അലൗഡ് അല്ല. എല്ലാ വീട്ടിലും ഇലക്ട്രിക് അടുപ്പുകൾ തന്നെയാണ്. ഇത് AC ആണ്. കബോർഡൊക്കെ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെയാണ്. മരത്തിൻ്റെ കബോർഡാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇത് വേസ്റ്റ് ബിൻ, ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ് വേസ്റ്റ് ബിൻ. 3 ബിൻ ഒരു വീട്ടിൽ വെച്ച് കൊടുക്കും. അതിൽ 3 തരം ഐറ്റംസാണ് ഈ 3 ബിന്നിൽ ഇടേണ്ടത്. ഒന്ന് നമ്മുടെ അടുക്കളയിലെ വേസ്റ്റ് കവറിൽ കെട്ടിയിട്ട് വേണം ഇതിലിടാനായിട്ട്. മറ്റൊന്ന് കാർഡ്ബോർഡിൻ്റെ വേസ്റ്റാണ്. മറ്റൊന്ന് കട്ടിയുള്ള വസ്തുക്കൾ ഇടാനുള്ള വേസ്റ്റാണ്. ഏത് വേസ്റ്റ് ആണെങ്കിലും നമ്മൾ കവറിൽ കെട്ടിയിട്ട് വേണം ഇതിനകത്ത് ഇട്ട് വയ്ക്കാൻ. ആഴ്ചയിലൊരിക്കൽ വേസ്റ്റ് എടുക്കാൻ വണ്ടി വരുമ്പോൾ ഇത് ചക്രമുള്ള ബിന്നാണ്. നമ്മളിത് ഉരുട്ടിക്കൊണ്ട് പോയി റോഡ് സൈഡിൽ കൊണ്ടുവയ്ക്കണം. അവരുടെ വണ്ടി വരുമ്പോൾ അത് കയറ്റിപ്പൊക്കോളും. ഈ ബിന്നിനകത്തൊന്നുമില്ല. അത് കാർഡ്ബോർഡ് ഇടാനുള്ളതാണ്. ഇതിൽ കുപ്പി സാധനങ്ങളൊക്കെ കെട്ടിയിട്ടിരിക്കണതാണ്. ഇത് അടുക്കളയുടെ വേസ്റ്റാണ്. ഇത് കാർഡ്ബോർഡ് പെട്ടിക്കുള്ളത്. ഇതുപോലെ കവറിൽ കെട്ടിയിട്ട് വേണം നമ്മൾ വേസ്റ്റൊക്കെ ബിന്നിലിടാനായിട്ട്. വീടുകളുടെ മോൾ ഭാഗം കണ്ടല്ല, എല്ലാ വീടും ഏകദേശം ഒരേ മോഡലാണ്. നല്ല നീറ്റായ വഴികളും സ്ഥലങ്ങളും വളരെ നീറ്റാണ്. ഒരു വേസ്റ്റ് പോലും നമ്മൾ വെളിയിലേക്ക് ഇടാൻ പാടില്ല. ഒരു കവർ പോലും വെളിയിലേക്ക് ഇടാൻ പാടില്ല. ഒരു ടിഷ്യൂ പേപ്പർ പോലും വെളിയിൽ ഇടാൻ പാടില്ല. എല്ലായിടത്തും ക്യാമറയൊക്കെ ഉള്ളതാണ്. നമ്മൾ പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും ടിഷ്യൂ പേപ്പർ, എന്തെങ്കിലും വേസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ വണ്ടിയിൽ വെച്ച് കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ബിന്നിൽ കൊണ്ടുവന്നിടണം. അല്ലാതെ പുറത്തേക്ക് വലിച്ചെറിയാൻ പാടില്ല. അത്ര നീറ്റായിട്ട് മനോഹരമായിട്ടാണ് ഈ നാട് അവർ സംരക്ഷിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളും റോഡിൻ്റെ 2 സൈഡും പുല്ലൊക്കെ പിടിപ്പിച്ച് നല്ല മനോഹരമായിട്ടാണ് അവർ സൂക്ഷിക്കുന്നത്. എല്ലാ മതിലുകളും കണ്ടല്ലോ, എല്ലാം മരത്തിൻ്റെ പലകയിൽ തീർത്ത മതിലുകളാണ്. തൊട്ട് വീടുകളാണ്. ഒരു അലോഹ്യമില്ല, ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത സ്ഥലമാണ്.
മെയിൻ റോഡ് തൊട്ട് തന്നെയാണ്. മെയിൻ റോഡിന്റെ സൈഡിലുള്ള വീടുകൾ ഒക്കെയാണ് ഈ കാണുന്നത്. ഓക്കെ, ബൈ.